ഈ പുതുവർഷത്തിലെ ജെംസ് വീഡിയോ ഇൻസുലിൻ പമ്പുകളെ കുറിച്ചുള്ളതാണ്. ചികിത്സകരുടെ ഇടയിലും രോഗികളുടെ ഇടയിലും കുറച്ചധികം തെറ്റിദ്ധാരണകളുള്ള ഒരു ഉപാധിയാണ് ഇൻസുലിൻ പമ്പ് ചികിത്സ. അതിൻ്റെ ശരിയായ ധാരണകളും അതിൻ്റെ ശരിയായ ഉപയോഗത്തെക്കുറിച്ചും ലഘുവായിട്ട് പറഞ്ഞു തരിക എന്നതുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഉദ്ദേശം. ഇൻസുലിൻ പമ്പുകൾ വാസ്തവത്തിൽ വളരെ പഴയ ഒരു ചികിത്സോപതിയാണ്, പുതിയതല്ല. 35 വർഷങ്ങളിലധികമായി ഇൻസുലിൻ പമ്പുകൾ പ്രമേഹ രോഗ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിച്ചു വരുന്നു. 2004 ആദ്യമായിട്ട് ഞങ്ങൾ ഇൻസുലിൻ പമ്പുകൾ ഉപയോഗിച്ച് തുടങ്ങിയത്. ഇപ്പോൾ ലോകമെമ്പാട് നിന്നും 100 കണക്കിന് രോഗികൾ ഇൻസുലിൻ പമ്പ് ചികിത്സ ഇവിടെ നിന്നും സ്വീകരിച്ചു വരുന്നു. ഇന്ന് എന്നോടൊപ്പം ഇൻസുലിൻ പമ്പുകളെക്കുറിച്ചുള്ള ഈ ചർച്ചയിൽ ബാബുവും കൂടെ ഉണ്ട്. അല്ലേ ബാബു? ഇൻസുലിൻ പമ്പുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്തോ കേട്ടിട്ടുണ്ട്? ഇൻസുലിൻ പമ്പ് ഉറക്കെ പറയണം. ഇൻസുലിൻ പമ്പ് സാധാരണ ആൾക്കാരൊന്നും വയ്ക്കുന്നതായിട്ട് അറിയില്ല. അത് എൻ്റെ വില വളരെ കൂടുതലായതുകൊണ്ട് അങ്ങനെ ആരും വയ്ക്കില്ല. പിന്നെ അത് ഇൻസുലിൻ പമ്പ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ആഹാരം കഴിക്കാം, മധുരമുള്ളതൊക്കെ കഴിക്കാമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് പറയുന്നതാണ്. അതെ, അത് അത്രയും മതി എനിക്ക്. കാരണം ഇതുപോലെയുള്ള ധാരണകൾ വാസ്തവത്തിൽ തെറ്റാണ്. അതായത് ഇൻസുലിൻ പമ്പുകൾ എന്ന് പറയുന്നത് പണമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ചികിത്സോപാധി അല്ല. ഇൻസുലിൻ പമ്പുകൾ വില കൂടുതലാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമായിട്ട് അച്ചടക്കത്തോടുകൂടി പ്രമേഹം ചികിത്സിക്കുവാൻ ആഗ്രഹിക്കുന്ന, കൊട്ടേഷൻസിൽ പറയുകയാണെങ്കിൽ നല്ല രോഗികൾക്ക് വേണ്ടിയാണ് ഇൻസുലിൻ പമ്പ് ചികിത്സ. എന്തും കഴിക്കാനായിട്ടല്ല ഇൻസുലിൻ പമ്പ്. ഇൻസുലിൻ പമ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീടിന് ചുറ്റും ശക്തമായ മതിൽക്കെട്ടുകളുള്ളതുപോലെ നമ്മളുടെ പ്രധാനപ്പെട്ട അവയവങ്ങൾക്കെല്ലാം ഒരു സംരക്ഷണം ലഭിക്കും. അതിനുവേണ്ടിയാണ് പമ്പുകൾ ഉപയോഗിക്കുന്നത്. നമുക്കിനി കുറച്ച് പമ്പുകളെ കുറിച്ച് പമ്പാണ് ഈ കാണുന്നത്. ഇതും ഒരു ഇൻസുലിൻ പമ്പാണ്. അപ്പോൾ ഇൻസുലിൻ പമ്പുകളിപ്പോൾ ഒരുപാട് കമ്പനിക്കാർ നിർമ്മിക്കുന്നുണ്ട്, ഒരുപാട് എണ്ണം പുറത്തിറക്കുന്നുണ്ട്. അതിൽ കുറച്ചൊക്കെ നല്ല ചില പമ്പുകളാണിത്. തമ്മിലുള്ള വ്യത്യാസം, രണ്ട് പമ്പിലും നമുക്ക് ഇൻസുലിൻ ഇതുപോലെ ഒരു ചെറിയൊരു സിറിഞ്ച് പോലൊരു ഉപാധിയിൽ നിറച്ച് ഇതിനകത്ത് സൂക്ഷിക്കാം. ഇതൊരു ഇൻഫ്യൂഷൻ സെറ്റാണ്. അപ്പോൾ ഈ സെറ്റിലൂടെ പതിയെ ഇൻസുലിൻ അകത്തേക്ക് പോകും. ഈ ഭാഗം ഇത് കണ്ടോ, ഇത് കാണാൻ പോലും ഇല്ല, അത്ര ചെറിയ ഒരു സൂചിയാണ്. ഇത് സൂചിയല്ല, കാരണം ഇത് ടെഫ്ലോൺ, ഇതൊരു മെറ്റാലിക് പാർട്ട് ഇല്ലാത്ത ഒരു ഭാഗം. അതുകൊണ്ട് ഇത് സൂചിയാണ് എന്ന് പോലും തോന്നില്ല. ശരീരത്തിനകത്ത് തൊലിക്കടിയിലായിട്ട് ഇത് മാത്രമേ ഉള്ളൂ, ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് മാത്രമായതുകൊണ്ട് ഇത് വേദനരഹിതമാണ്. ഇൻസുലിൻ ഇഞ്ചക്ഷൻസ് എടുക്കുകയും വേണ്ട. നമുക്ക് ഈ പമ്പാണെങ്കിൽ നമ്മൾ ഈ ഭാഗം ഇതിനകത്താക്കിയിട്ട് നമ്മളിപ്പോൾ വയറിൻ്റെ ഭാഗത്താണ് എങ്കിൽ ഇത് ഇങ്ങനെ വച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഈ നീഡിനകത്തേക്ക് പോവുകയാണ്. അപ്പം ഒരു ഗൺ ഷോട്ട് പോലെയാണിത്. അതിന് വേദനയൊന്നും എടുക്കുന്നില്ല. ഇൻസുലിൻ പമ്പ് ഒരുപാട് രോഗികൾ കരുതുന്ന ഇൻസുലിൻ പമ്പ് എന്തൊക്കെയോ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്ത് ഉള്ളിലേക്ക് കടത്തി വയ്ക്കുന്ന എന്തോ ഒരു വലിയ സാധനമാണെന്നാണ്. അതെ, ഞാൻ സത്യത്തിൽ എനിക്കിതിനെ പറ്റി ഒരു ഇതില്ല. എന്നാലും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു പറഞ്ഞാൽ ഇതിനെന്താ നീഡിൽ കാണും, അതിപ്പോൾ അതിനകത്തൊരു തറച്ച് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വലിയ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയുമ്പോൾ ഇത് കാര്യങ്ങൾ മാറിപ്പിടിക്കും. അങ്ങനെയുള്ള ഒരു ഒന്നുമില്ല. കാരണം യഥാർത്ഥത്തിൽ ഒരു സൂചി എന്നുള്ള സങ്കല്പം എന്ന് പറയുന്നത്
ഒരു ഇരുമ്പ് സൂചിയല്ലേ, ഒരു മെറ്റാലിക് സൂചി, അങ്ങനെ ഒരു ഭാഗവും ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് ട്രിപ്പ് കയറ്റുന്ന ട്രിപ്പ് അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇൻസുലിൻ പമ്പും ഇൻസുലിൻ ഇഞ്ചക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇഞ്ചക്ഷൻ നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് ആ മരുന്നുള്ളിലേക്ക് അങ്ങ് പോവുക. പക്ഷേ ഇതിലാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഇൻസുലിൻ 24 മണിക്കൂറിൽ 24 യൂണിറ്റ് ആണെങ്കിലും 10 യൂണിറ്റ് ആണെങ്കിലും 100 യൂണിറ്റ് ആണെങ്കിലും അല്പാൽപമായിട്ട് അകത്തേക്ക് പോവുകയുള്ളൂ, മൈക്രോ ഡ്രോപ്സ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊരു ഡ്രിപ്പ് പോലെ അകത്തേക്ക് പോകുന്നത് കാരണം ഇത് നമ്മളുടെ പാൻക്രിയാസ് ഉണ്ടല്ലോ, അപ്പോൾ പാൻക്രിയാസിൽ നിന്നും ഇൻസുലിൻ ഉണ്ടാകുന്നത് അല്പാൽപമായിട്ട് ഇങ്ങനെ പൾസറ്റൈലായിട്ടാണ്. അപ്പോൾ അതുപോലെ ഇത് ഉള്ളിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കും. ബാബു എന്നോട് ചോദിച്ചത് തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നല്ലേ? വിലയുടെ വ്യത്യാസമാണോ? വില ഒരുപാട് പമ്പുകൾ ഒരുപാടുണ്ട്. കാരണം ഇപ്പം ഏതെങ്കിലും ഒരു ചികിത്സാവിധിയോ ഔഷധമോ വിജയിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ അത് നിർമ്മിക്കാൻ തുടങ്ങും. അത് ഏത് ഇപ്പം കാറിൻ്റെ കാര്യത്തിലാണെങ്കിലും സൈക്കിളിൻ്റെ കാര്യത്തിൽ മത്സരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ചികിത്സോപാധിയോ മരുന്നോ പരാജയപ്പെടുകയാണ് എങ്കിൽ വേറെ ആരും ഇങ്ങോട്ട് വരില്ല, അങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അപ്പോൾ ഇൻസുലിൻ പമ്പിൻ്റെ ചികിത്സാ വിജയം അതിൻ്റെ ചില പ്രത്യേക സവിശേഷതകളെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇൻസുലിൻ പമ്പ് ഉപയോഗിക്കുന്ന രോഗികൾക്ക് ഒരു 10-15 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പെട്ടെന്നൊരു ഉന്മേഷം അനുഭവപ്പെടുന്നു. അവരുടെ കൈകാലുകളിലുള്ള പെരുപ്പ് നീറ്റൽ നിശേഷം അപ്രത്യക്ഷമാകുന്നു. പുരുഷന്മാർക്കാണ് എങ്കിൽ നല്ലൊരു ശതമാനത്തിനും നഷ്ടപ്പെട്ടു പോയ ലിംഗത്തിൻ്റെ ഉദ്ധാരണ ശക്തി തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ എറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് കൊച്ചു കാര്യമൊന്നുമല്ല. അത് ചെറുപ്പക്കാർക്ക് വരെ പ്രമേഹ രോഗികൾ നന്നായിട്ട് ചികിത്സിക്കാത്തവർക്ക് ഇത് വന്ന് പെടുകയാണ്. അപ്പോൾ ഇതിനെല്ലാം ഈ ചികിത്സോപാധി നല്ലതാണ് എന്ന് കണ്ടുപിടിച്ചു. പക്ഷേ ഇതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിലൊന്നുമില്ല. കാരണം നമ്മളുടെ ഈ ചെറിയൊരു ഫോൺ പോലെ ഒരു ചെറിയ കമ്പ്യൂട്ടറാണിത്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഒരു യൂണിറ്റാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലെ ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഇത്ര ഇൻസുലിൻ പോകണം, രാത്രി സെറ്റ് ചെയ്ത് വരാം. അപ്പോൾ പ്രോഗ്രാം ചെയ്ത് നമുക്ക് പല സമയത്ത് പല ഇൻസുലിൻ അളവുകൾ അകത്തേക്ക് പോകുന്ന വിധത്തിലാക്കാം. മറ്റ് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് പരിശോധനകളിലൂടെ ഇത് കൂടുതൽ ഫൈൻ ട്യൂൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ പ്രത്യേകത ഉണ്ടെന്ന് ചോദിച്ചാൽ മരുന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇഞ്ചക്ഷനായിട്ട് ഉപയോഗിക്കുന്ന മരുന്ന് തന്നെയാണ്. പക്ഷേ നമ്മളിപ്പം ഈ ഒരു പമ്പിനകത്ത് തന്നെ വേറെ വേറെ ഇപ്പം നോവറാപ്പിഡ്, നോവോമിക്സ് അങ്ങനെ പറയില്ല, ഓരോ വേറെ വേറെ ഇൻസുലിൻ ഉപയോഗിക്കുമോ? അത് ഈ പമ്പിന് എല്ലാ പമ്പിനും ഒരു ഇൻസുലിനാണോ അങ്ങനെ ഉപയോഗിക്കുന്നത്? നമ്മുടെ പമ്പിൽ പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ഇൻസുലിൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നോവറാപ്പിഡ് ഉപയോഗിക്കാം, എപ്പിഡ്രോ ഉപയോഗിക്കാം. അപ്പോൾ നോവോമിക്സ് ഉപയോഗിച്ചു വിടാം. കാരണം അത് ദീർഘനേരം പ്രവർത്തിക്കുന്ന ഇൻസുലിനാണ്. അപ്പോൾ അത് തന്നെയാണ് പമ്പിൻ്റെ ഗുണം. അപ്പോൾ നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കാൻ വിചാരിച്ചോ, കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ചൂട് കൂടുതൽ വെള്ളത്തിന്, ഉടനെ നമുക്ക് പൈപ്പ് അടയ്ക്കുകയാണ്. പക്ഷേ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇഞ്ചക്ഷൻ നിർത്താൻ സാധിക്കില്ല. പക്ഷെ ഇത് അല്പാൽപമായിട്ട് ഉള്ളിലോട്ട് പോകുന്ന ഇൻസുലിൻ ആയതുകൊണ്ട് നമുക്ക് ഈ ഇഞ്ചക്ഷൻ നിർത്തണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ആക്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇപ്പം ബാബു പ്രായത്തിൽ അങ്ങനെ കൊച്ചുകുട്ടികൾക്ക് മുതൽ വയ്ക്കാൻ അങ്ങനെ പ്രായമുണ്ടോ സാർ? ഇൻസുലിൻ ഇത് പമ്പ് വെച്ച് വയ്ക്കുന്നതിന് അങ്ങനെ പ്രായം എന്തെങ്കിലും ഉണ്ടോ? നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴത്തേക്ക് സജീവമായ ഒരു ജീവിതമാണ് നമ്മളുടേതെങ്കിൽ, ഓടിച്ചാടി നടക്കുന്നൊരു കുഞ്ഞാണെങ്കിലും കാര്യമായിട്ട് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു പ്രായമുള്ള ആളാണെങ്കിലും ഇത് വയ്ക്കാം. സ്കൂളിൽ പോകുന്ന സമയത്ത് വെച്ചുകൊണ്ടൊക്കെ നമുക്ക് 100 കണക്കിന് കുഞ്ഞുങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നത്. ട്രീറ്റ്മെൻറ്റിൽ 6 വയസ്സും 7 വയസ്സും 8 വയസ്സുള്ള ധാരാളം കുട്ടികളുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഇൻസുലിൻ പമ്പ് ചികിത്സയുടെ പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്, ഇത് വയ്ക്കാനായിട്ട് ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ 1 മിനിറ്റ് മതി. അതിന് വലിയ കാര്യമൊന്നുമില്ല. കാര്യം ഓപ്പറേഷൻ ഒന്നുമില്ല, സാധാരണ ഒരു കാര്യമാണ്. ഇപ്പോൾ വാസ്തവത്തിലൊരു പേനയിലൂടെ ഇൻസുലിൻ കൊടുക്കുന്നതിന് പകരം ഒരു പമ്പിലൂടെ കൊടുക്കുന്നു, മരുന്ന് സെയിമാണ്. പക്ഷേ ഇത് പഠിക്കണം നമ്മൾ. എനിക്ക് വേണമെങ്കിൽ ഈ ഫോണിൽ ഒരാളിനെ വിളിക്കുകയും ആ വിളി കഴിഞ്ഞിട്ട്
സ്റ്റോപ്പ് ചെയ്യുക മാത്രം ചെയ്യാം. അല്ലെങ്കിൽ ഈ ഫോൺ എനിക്ക് ഇമെയിലിന് ഉപയോഗിക്കാം, ഈ ഫോണ് വോയിസ് റെക്കോർഡിന് ഉപയോഗിക്കാം, ഈ ഫോൺ ക്യാമറയായിട്ട് ഉപയോഗിക്കാം, ഈ ഫോണിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം. ഒരു 10,000 കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ ഇത് വെറുതെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാനുള്ളൊരു ഉപാധിയല്ല. ഇത് വളരെ സയൻറ്റിഫിക്കായിട്ട് ഡയബറ്റീസ് ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഉപാധിയാണ്. അപ്പോൾ നമ്മൾ ഈ ഡിസ്കഷൻ തുടങ്ങി ബാബുവിനോട് ചോദിച്ചില്ല, പണം ഉള്ളവർക്ക് വാങ്ങിക്കാൻ അങ്ങനെ എന്ത് ചോദിച്ചാൽ? സാധാരണ ഇത് വച്ചേക്ക് പിന്നെ ചിലവ് ഇങ്ങനെ വന്നോണ്ടിരിക്കും മാസം തോറും. അതെ, ഇത് പണമുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല. കാരണം നമ്മുടെ നാട്ടിൽ നമ്മളൊരു അപവാദമുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം 2 ലക്ഷം 3 ലക്ഷം രൂപ. അതായത് ഒരുപാട് പണമുള്ള ആൾക്കാരാണ് ഈ പമ്പ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പമ്പ് സാധാരണ പരാജയപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവർ വിചാരിക്കും, 1 ലക്ഷത്തിനോ 3 ലക്ഷത്തിനോ 4 ലക്ഷത്തിനോ ഒരു ഇൻസുലിൻ പമ്പ് വാങ്ങിച്ചു, സന്തോഷം, ഇനി പ്രമേഹ രോഗ ചികിത്സയ്ക്ക് പോകണ്ടേ. ഇനി ഇത് നമ്മളുടെ രോഗചികിത്സയുടെ അവസാനത്തെ വാക്കാണ്, തീർന്നു എന്ന്. വാസ്തവത്തിൽ ഇത് തുടങ്ങുന്നേ ഉള്ളൂ. നമുക്ക് സമയമെടുത്ത് ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇതിൻ്റെ സൗകര്യങ്ങളും ഇതിൻ്റെ സവിശേഷതകളും പരിപൂർണമായി തന്നെ പ്രയോജനപ്പെടുത്താനും കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ഇതുകൊണ്ട് ഗുണമുണ്ടാകാൻ പോകുന്നുള്ളൂ. ഉദാഹരണത്തിന് രാവിലെ 1/2 മണിക്കൂർ നടക്കാൻ പോകുന്നു. ആ സമയത്ത് ഇതിലൊരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇൻസുലിൻ ഉള്ളിലേക്ക് പോകുന്ന അളവ് കുറയ്ക്കാൻ പറ്റും. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത് 2 മണിക്ക്, പക്ഷേ ഇന്ന് ഊണ് 3 മണിയായിപ്പോയി. ആ സമയത്ത് ഇതിൻ്റെ ഇൻസുലിൻ്റെ അളവ് മാറ്റാൻ സാധിക്കും. ഇപ്പം ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ച് കൂടുതലാണ്, അല്ലെങ്കിൽ ഒരു ബുഫയാണ് 2 മണിക്കൂർ എടുത്താണ് കഴിക്കാൻ പോകുന്നത്. ഇൻസുലിൻ കൂടുതലായിട്ട് എടുക്കുന്നത് 2 മണിക്കൂർ കൊണ്ട് പോകുന്ന രീതിയിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ടെക്നോളജി ഒരുപാടുണ്ട്. ഇത് മനസ്സമാധാനമായിട്ട് ഇരുന്ന് പഠിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ മാത്തമാറ്റിക്സ് സ്വന്തം പ്രമേഹ രോഗ ചികിത്സയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ഇതിനുണ്ട് പ്രയോജനമില്ല. പമ്പ് വയ്ക്കുന്നവരുടെ വീട്ടുകാരും കൂടെ അത് സഹകരിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ കൂടുതൽ. അതായത് ഇപ്പം വലിയൊരു പണക്കാരനാണെന്ന് വിചാരിക്കുക. ഞങ്ങൾക്ക് പണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇൻസുലിൻ പമ്പ് തുടങ്ങുന്ന ആദ്യത്തെ 2 വർഷം വരുന്ന പലർക്കും നമ്മൾ അത് കൊടുക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞങ്ങൾ ആഴ്ചയിലൊരു 1-2 പമ്പ് വയ്ക്കുന്നുണ്ടെങ്കിലും അത് വളരെ പഠിച്ച ശേഷമാണ്. ചില ആൾക്കാർ പണമില്ലാതെ പമ്പിന് വരും. അപ്പോൾ ഒരു മാസം 5,000-6,000 രൂപയാകും ഇതിന് എന്ന് മനസ്സിലാക്കി കൊടുക്കും. കാരണം ഇതിന് തുടർന്നുള്ള ചികിത്സയുടെ ചിലവ് അവർക്ക് അറിയില്ലായിരിക്കും. കാരണം ഇത് 3 ദിവസം ഒരിക്കൽ മാറ്റണം, 3 ദിവസം ഒരിക്കൽ ഇത് മാറ്റിക്കൊണ്ടിരിക്കണം ഇൻഫ്യൂഷൻ സെറ്റ്. അത് ഡോസ് എത്രയാണ് ആ ഇൻസുലിനുള്ളിൽ ഇടണം. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ ഇൻസുലിൻ്റെ കാർട്രിഡ്ജ് പോലെ ഇതിനകത്താണ് നിറയ്ക്കുന്നത്. അപ്പോൾ ഇതും 3 ദിവസം ഒരിക്കൽ നിറച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ നിറയ്ക്കുന്നതിനും ഇത് കുത്തിവയ്ക്കുന്നതിനെല്ലാം കൂടെ 2-3 മിനിറ്റ് എടുക്കത്തുള്ളൂ. പക്ഷേ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ സവിശേഷതകൾ പഠിക്കുവാനായിട്ട് സമയമില്ലാത്ത ആൾക്കാർക്ക് നമ്മൾ വയ്ക്കാറില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, കേരളത്തിലുള്ളവരാണെങ്കിലും കേരളത്തിന് പുറത്തുള്ള മലയാളി പണക്കാരാണെങ്കിലും അതിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ പണത്തോടൊപ്പം നല്ലൊരു ചികിത്സ ലഭിക്കാനുള്ള ഭാഗ്യമുള്ളൂ. ഭാഗ്യം എന്നുള്ള വാക്കാണ് ഏറ്റവും നല്ലത്, അല്ലേ? സത്യം പറഞ്ഞാൽ ഭാഗ്യമല്ലേ വേണ്ടത്. ബാബു പറഞ്ഞതുപോലെ വീട്ടിൽ ഭാര്യ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഭർത്താവ് ഇതെല്ലാം നോക്കാനും പറഞ്ഞു കൊടുക്കാനും സംരക്ഷിക്കാനും ഉണ്ടാകാം, അതും ഭാഗ്യമാണ്. അസുഖം ഇൻസുലിൻ പമ്പ് ഇപ്പം ആർക്കൊക്കെ എടുക്കുന്നു? ഞാൻ ഇപ്പം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുതൽ 10-80-85 വയസ്സായ ആൾക്കാർ ഉപയോഗിക്കാൻ പറ്റുമോ? അതിനത് പ്രായമുണ്ടോ? ഇല്ല, ഇൻസുലിൻ പമ്പുകൾക്ക് പ്രായമൊന്നുമില്ല. സജീവമായ ജീവിതം നയിക്കുന്ന ആർക്കും ഉപയോഗിക്കാം. പക്ഷേ ഇപ്പം പ്രമേഹം വന്ന് കിടപ്പിലായിപ്പോയ ഒരാൾക്ക് ഇൻസുലിൻ പമ്പ് ആവശ്യമില്ല. പക്ഷെ പ്രമേഹം വന്ന് വൃക്കയിൽ അസുഖം വന്ന് ഡയാലിസിസ് ചെയ്യുന്ന ഒരാൾ, വൃക്ക മാറ്റി വെച്ച ആൾ, ഹൃദ്രോഗം വന്നയാൾ ഒക്കെ ഇൻസുലിൻ പമ്പ് ഭയങ്കര പ്രയോജനമാണ്. കാരണം അതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്, നമുക്ക് രാത്രി കാലത്ത് ഷുഗർ കുറഞ്ഞു പോകാൻ സാധ്യതയുള്ളവർക്ക് ഇൻസുലിൻ ഉള്ളിലേക്ക് പോകുന്ന അളവ് കുറയ്ക്കാൻ സാധിക്കും. വേണമെങ്കിൽ അത് വളരെ കുറഞ്ഞ അളവിലേക്ക് അല്ലെങ്കിൽ നിർത്തിവെക്കുന്ന രീതിയിൽ പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. ആ സമയം എനിക്ക് തോന്നുന്നു സാധാരണ ഇൻസുലിൻ എടുക്കുന്നതിനേക്കാളും പമ്പ് വയ്ക്കുന്നവർക്കായിരിക്കും കൂടുതൽ. തീർച്ചയായിട്ടും. ഇപ്പോൾ ടൈപ്പ് 1 പ്രമേഹ രോഗികളായ കുഞ്ഞുങ്ങൾക്കാണ് എങ്കിൽ അവർക്കൊരു ശിക്ഷ പോലെയാണ് ഈ ഇൻസുലിൻ ഇഞ്ചക്ഷനുകളും ഈ രോഗവും.
അപ്പോൾ അതിൽ നിന്നുള്ളൊരു മോചനമാണ് വാസ്തവത്തിൽ പമ്പ്. ഷുഗർ ഉണ്ട്. അപ്പം പമ്പ് രഹസ്യമായിട്ട് നമുക്ക് വെച്ച് ആരും അറിയാത്ത രീതിയിൽ വെച്ചിട്ട് അങ്ങനെ നടക്കാനുള്ള സംവിധാനം പുറത്ത് കാണാൻ പാടില്ല. നമുക്ക് പമ്പ് വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം ഞാൻ അറിയാൻ പാടില്ല. ഇപ്പം ഈ പമ്പിലാണെങ്കിൽ ഒരു റിമോട്ട് ഉണ്ട് ഇതിൽ. ഈ റിമോട്ടിൻ്റെ പ്രത്യേകത ഇതൊരു ഗ്ലൂക്കോമീറ്ററാണ്. അപ്പോൾ ഈ ഗ്ലൂക്കോമീറ്ററിൽ ഷുഗർ നോക്കുകയും ചെയ്യാം. നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്തൊക്കെ ഈ പമ്പിൽ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ മൊബൈൽ ഫോൺ പോലെ. ഇപ്പോൾ ആഹാരം കഴിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഇതിൽ പ്രസ് ചെയ്ത് നമ്മൾ ഇൻസുലിൻ എടുക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ഈ പമ്പ് വെച്ചിരിക്കുന്ന ആൾക്കാർ ഈ പമ്പ് വെളിയിലെടുക്കണം. പക്ഷേ റിമോട്ടുള്ള പമ്പുകളുടെ ഗുണമെന്ന് പറയുന്നത് ബാഗിലോ പോക്കറ്റിലിട്ട് ടക്ക് 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 തീർന്നു, പോക്കറ്റിലിട്ട് അറിയില്ല. അപ്പോൾ നമുക്ക് ആൾക്കാരറിയാത്ത വിധത്തിൽ ഈ പമ്പ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിന് സാധിക്കും. എനിക്കൊന്ന് പമ്പ് ഉപയോഗിക്കുന്ന ചില സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നമ്മുടെ ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ നിന്നും ഇൻസുലിൻ പമ്പുകളെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ അന്തർദേശീയ തലത്തിൽ പ്രസിദ്ധീകരിക്കുകയും അതുപോലെ തന്നെ അവതരിപ്പിക്കുകയും ചില ഉദാഹരണങ്ങൾ ഞാനിവിടെ പറയുന്നു. 6 മാസം പമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണിത്. ടൈപ്പ് 2 ഡയബറ്റീസിൽ എന്തുവിധ നേട്ടങ്ങളാണ് രോഗികൾക്കുണ്ടായത്. മെഡിക്കൽ ജേണലുകളാണ്, ഡോക്ടർമാർക്ക് വേണ്ടിയുള്ളതാണ് എന്നതാണ് സത്യം. പക്ഷേ വായിച്ചാൽ മനസ്സിലാകുന്ന രോഗികൾക്കും ഈ മെഡിക്കൽ ജേണലുകൾ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. എത്ര ശതമാനം പേരിലാണ് പമ്പ് ചികിത്സയിലൂടെ കാലിൽ നീറ്റലും പെരുപ്പും അപ്രത്യക്ഷമായത്. നമുക്ക് സാധാരണ ഇൻസുലിൻ ഉപയോഗിക്കുമ്പോൾ ശരീരഭാരം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പമ്പിലൂടെ ഇൻസുലിൻ എടുക്കുമ്പോൾ ശരീരഭാരം വാസ്തവത്തിൽ കുറയുകയാണ് ചെയ്തു വരുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇത്തരം ഗവേഷണങ്ങൾ ഇവിടെ തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇൻസുലിൻ പമ്പുകളുടെ ഇൻഡിക്കേഷൻസ് ആൻഡ് കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ്. പമ്പ് ഗൈഡ് ലൈൻസ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പബ്ലിക്കേഷനാണ്. ആർക്കൊക്കെ ഉപയോഗിക്കാം, ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ച്. അതുപോലെ ഭാരതത്തിൽ പമ്പുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു മാനദണ്ഡം എന്തൊക്കെയായിരിക്കണം. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചികിത്സ ചെലവ് കൂടിയതാണ് എന്നത് കരുതി അത് പണക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഭാവിയിലെ ചികിത്സാ ചെലവ്, ഭാവിയിൽ അനുബന്ധ രോഗങ്ങൾ തടയുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും സ്വീകരിക്കാവുന്ന ഒന്നാണ് ഇത്തരം ചികിത്സോപാധികൾ. നമുക്കതുപോലെ ഇൻസുലിൻ പമ്പുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു ന്യൂറോണൽ അഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ടാണ് ചില പ്രത്യേകതകളുള്ള അത്യപൂർവമായ തലച്ചോറിന് തന്നെ അസുഖം ബാധിച്ചുകൊണ്ടിരിക്കുന്ന വോൾഫ്രം സിൻഡ്രോം പോലെയുള്ള ഇതും ഞങ്ങളുടെ തന്നെ വളരെ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗവേഷണമാണ്. അത്തരം വേളകളിൽ പോലും ഇൻസുലിൻ പമ്പ് ചികിത്സ വളരെ വളരെ പ്രയോജനകരമായിട്ട് മാറുന്നുണ്ട്. നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള രോഗികളിൽ 100 കണക്കിന് ആൾക്കാർക്ക് ഇൻസുലിൻ പമ്പ് ചികിത്സ ഇവിടെ നിന്ന് കൊടുത്തു വരുന്നു. നമ്മൾ ഈ കാണുന്നതെല്ലാം അതേക്കുറിച്ചുള്ള ചില പഠന റിപ്പോർട്ടുകളാണ്. ഇതെല്ലാം സൗജന്യമായിട്ട് തന്നെ ഇൻ്റർനെറ്റിലൂടെ ലഭിക്കുന്നതാണ്. എക്സ്പീരിയൻസസ് യൂസിങ് ഇൻസുലിൻ പമ്പ്, അതുപോലെ ഇൻസുലിൻ പമ്പുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാലുകളിലെ നീറ്റലും തരിപ്പുമൊക്കെ എങ്ങനെയാണ് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്നത്, ഒരു നല്ലൊരു ശതമാനം പുരുഷന്മാർക്ക് നഷ്ടപ്പെട്ടു പോയ ലൈംഗിക ശേഷി തിരിച്ചു വരുന്നതിനെക്കുറിച്ച്. അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏവരും വായിച്ചിരിക്കേണ്ടത്, ഇൻസുലിൻ പമ്പുകൾ ആർക്കൊക്കെ ഉപയോഗിക്കണം, ആർക്കൊക്കെ ഉപയോഗിക്കുവാൻ പാടില്ല എന്നുള്ളത്. ഇപ്പം ടെക്നോളജി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അതുപോലെ പമ്പുകളുടെ പ്രയോജനം പരമാവധി അത് പഠിച്ച് മനസ്സിലാക്കി ഉപയോഗിക്കുന്നവർക്കും തീർച്ചയായിട്ടും സ്വീകരിക്കാവുന്ന ഒന്നാണ് ഇൻസുലിൻ പമ്പ് ചികിത്സ. ഇൻസുലിൻ പമ്പുകൾ കുറച്ച് വില കൂടുതലുള്ള ചികിത്സോപാധിയാണ്.
ഇൻസുലിൻ പമ്പ് തെറാപ്പി എന്നാണ് അതിന് പറയുന്നത്. ഈ പമ്പിലാണ് എങ്കിൽ ഓരോ 5 മിനിറ്റും രക്തത്തിലെ പഞ്ചസാര മാറിക്കൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് കാണുവാൻ തക്ക വിധത്തിൽ റിയൽ ടൈം സെൻസിങ്ങും കൂടിയുള്ള സെൻസർ ഓഗ്മെൻറ്റഡ് പമ്പാണ്. അപ്പോൾ ടെക്നോളജിയും ഡയബറ്റിസ് ചികിത്സയും ഇപ്പോൾ വളരെ അടുത്ത ഇണങ്ങിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കോമ്പിനേഷൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രമേഹരോഗ ചികിത്സയുടെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇൻസുലിൻ പമ്പുകളെക്കുറിച്ച് ഇനിയും സംശയമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ മേൽവിലാസത്തിൽ ബന്ധപ്പെടണം. അടുത്ത മാസം ഇനിയും കാണും വരെ JDC ഡയബറ്റിസ് ജെംസ് ടീം അംഗങ്ങളിൽ നിന്നും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.